ചെല്ലാം ഭാര്യയെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസിന്റെ ഒരു എന്താ പറയുക, ആരായിരുന്നാലും ഒരു ഉദ്യോഗസ്ഥന്മാർ പറയാം പോയി കണ്ട് സംശയമായിട്ടാണെന്നെങ്കിലും പറയും. ഇതല്ല, നീ മാത്രം കണ്ടുപോലെന്ന് പറഞ്ഞ് തെറി വിളിച്ചിട്ട് എന്നെ പുറത്താക്കുന്നത്. അങ്ങോട്ട് അതിനകത്ത് പോലും കയറില്ലെന്ന് പറഞ്ഞത്, ഈ ഏരിയയിൽ പോലും കയറിപ്പോലെന്ന് പറയും, ഏരിയ പോലും കയറില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ പുറത്താക്കുന്നത്. അതിനുശേഷം ഒരു 10 ആയ സമയത്ത് എന്റെ മോൻ്റെ പറയുന്നത് ആഹാരം മേടിച്ച് കൊടുക്കുകയും ഒരു പൊതിയും മേടിച്ച് ഒരു കുപ്പി വെള്ളം മേടിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ മോൻ്റെ പറയുന്ന വാക്കിതാ, ഒരു പ്രതിയെ കിട്ടിയ സമയത്ത് വിഷം കൊടുത്ത് കൊല്ലാൻ കൊണ്ടുവന്ന ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞ് അവനെ തെറി വിളിച്ചിട്ട് പുറത്തിറക്കുന്നു. ഈ വീട്ടുകാർ പിന്നീട് നിങ്ങളെ ഭാര്യയോ ചേട്ടനെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ സമീപിച്ചില്ല. ഇതുവരെ വിളിച്ചിട്ടുമില്ല, സമീപിച്ചിട്ടുമില്ല. ഈ മുഖ്യമന്ത്രിയുടെ നിരപരാധിയായ ബിന്ദു ഒരു കുറ്റവും ചെയ്യാതെ വെറുതെ പോലീസുകാരുടെ പീഡനത്തിനിരയായി. മാത്രമോ, ബിന്ദുവിന്റെ വീട്ടുകാർ മാനസിക പീഡനത്തിനിരയായി പോലീസുകാരുടെ. തലേദിവസം പകല് പിടിച്ചുകൊണ്ടുപോയ ബിന്ദുവിനെ ശാരീരികവും മാനസികവുമായി എന്തെല്ലാം രീതിയിലാണ് പോലീസുകാർ ഉപദ്രവിച്ചത്. ഭക്ഷണം കൊടുത്തില്ല, ഇരിക്കാൻ സമ്മതിച്ചില്ല, കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ടോയ്ലറ്റ് വെള്ളം കുടിക്കാൻ പറഞ്ഞു, ഉറങ്ങാൻ സമ്മതിച്ചില്ല. അതുപോലെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും ആ സ്ത്രീനെ അവർ സമ്മതിച്ചില്ല. പണ്ട് ഈ അയിത്ത വ്യവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ പോലും ഇത്രയും ക്രൂരത അനുഭവിച്ചിട്ടുണ്ടാവുമോ ഈ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ടവരെ? ബിന്ദുവിനെതിരെ ഇതുപോലെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ച് എസ്ഐനെ മാത്രം സസ്പെൻഡ് ചെയ്താൽ പോരാ, ബിന്ദു അനുഭവിച്ചതിൻ്റെ ആ പീഡനത്തിൻ്റെ ഒരംശം പോലും ആകുമോ ഈ എസ്ഐക്ക് കൊടുത്ത ശിക്ഷ? എന്തു വലിയ ശിക്ഷയാണ് കൊടുത്തേക്കണേ അല്ലേ? എസ്ഐ തെറ്റ് ചെയ്തിട്ട് ബിന്ദു തെറ്റ് ചെയ്യാഞ്ഞിട്ടാണ് ശിക്ഷ അനുഭവിച്ചത്. ബാക്കി രണ്ടുപേരും കൂടെ മാനസിക ശാരീരികമായി പീഡിപ്പിച്ചു ബിന്ദുവിനെ പോലീസുകാർ. ആ 2 പോലീസുകാരെയും തീർച്ചയായും നല്ല തക്കതായ ശിക്ഷ കൊടുത്ത് നടപടിയെടുക്കണം. ഇതുപോലത്തെ പോലീസുകാരെ സേവിക്കുന്ന സമൂഹത്തിൽ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷിതത്വമാണോ ഉള്ളത്? ബിന്ദുവിൻ്റെ 2 മൈനർമാരായ പെൺകുട്ടികളുള്ള വീട്ടിൽ രാത്രി 9 മണിക്കാണ് പോലീസുകാർ തെളിവെടുപ്പിനാണെന്ന് പറഞ്ഞുകൊണ്ട് ബിന്ദുവിനെ കൊണ്ട് പോണത്. അതുവരെ ബിന്ദുവിൻ്റെ വീട്ടിൽ അറിയിക്കാൻ ബിന്ദുവിനെ സമ്മതിച്ചിട്ടില്ല. ബാലാവകാശ കമ്മീഷൻ എവിടെ പോയി? മാത്രമല്ല, കുടുംബമായിട്ട് താമസിക്കുന്ന ഒരു വീട്ടിൽ, സ്ത്രീകളുള്ള വീടുകളൊക്കെ ആയിരിക്കും എല്ലാം തന്നെ കുടുംബമുള്ളതെന്ന് പറഞ്ഞു, അവിടെ ചോദ്യം ചെയ്യാൻ പോലും വനിതാ പോലീസ് ഇല്ലാതെ പോകാൻ പാടില്ല. എന്നിരിക്കെ യൂണിഫോമിൽ പോലുമല്ല പോലീസുകാരെ പോയത്, വനിതാ പോലീസ് ഇല്ലാതാനും. എൻ്റെ ഫലമായ സംശയം, ഈ പോലീസുകാരെ ടെസ്റ്റ് ചെയ്ത് തന്നെയാണോ പാസ്സായത്? അല്ല, അവ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം, അവർക്ക് SC/ST നിയമങ്ങളൊന്നും അറിയില്ലായിരിക്കും. അല്ലേ പിന്നെ ഇതുപോലെ ഒരു മനുഷ്യത്തോട് പെരുമാറും. അവർ വിചാരിച്ചു പൈസയില്ല, അധസ്ഥിതരാണ്, ഒരു നിവൃത്തിയില്ലാത്തവരായിട്ട് ഒന്നിനും മുമ്പോട്ട് പോകില്ല എന്ന്. പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടില്ലേ? ജാതി മതമൊക്കെ പോട്ടെ, അതിലും ദിവസം ബിന്ദുവിന് പാരയായത് ഒരു പെണ്ണ് തന്നെയാണെന്ന് ഓർക്കണം. ഓമന ഡാനിയൽ എന്ന് പറഞ്ഞ സ്ത്രീ, ആ സ്ത്രീ മാല തിരികെ കിട്ടിയെന്ന് പറഞ്ഞ് ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ ബിന്ദുവിനോട് 2.5 പവൻ്റെ മാല മാത്രമല്ല, അതുപോലെ 10 മാല മേടിക്കാനുള്ള ശേഷി തനിക്കുണ്ടെന്ന്. എന്തുണ്ടായിട്ട് എന്നാ കാര്യം? സംസ്കാരം വേണ്ടേ? മനുഷ്യത്വം വേണ്ടേ? ഇപ്പം എയറിൽ ഇങ്ങനെ പറന്ന് നടക്കണ്ടല്ലോ. സാധാരണ നിരപരാധിയായ ഒരു സ്ത്രീയെ മാനസിക ശാരീരികമായി ഉപദ്രവിച്ചതും പോരാ, അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് ഔദാര്യം കൊണ്ടാണ് വിട്ടുകൊടുക്കുന്ന മക്കളെ ഓർത്ത്. എന്തൊരു മനുഷ്യന്മാരാണ് അവർ. ഇത് കണ്ടപ്പോൾ എനിക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ജയ് ഭീം എന്ന സിനിമയാണ് ഓർമ്മ വരുന്നത്. അതിൽ സ്വർണം മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് നിരപരാധികളായ കുറേ ആദിവാസികളെ തല്ലിച്ചതയ്ക്കുന്നു, കൊല്ലുന്നു. സൂര്യയും ലിജോയും എല്ലാം തകർത്ത് അഭിനയിച്ച സിനിമ. അത് OTTയിൽ റിലീസായതുകൊണ്ടാണ് കോവിഡ് ടൈം ആയതുകൊണ്ട്. തിയേറ്ററിലായിരുന്നെങ്കിൽ അത് വളരെ ശ്രദ്ധ നേടിയേനെ. പക്ഷെ അങ്ങനെ ഒരു സിനിമ ഇറക്കിയോണ്ട് ആദിവാസി വിഭാഗത്തിന് തമിഴ്നാട്ടിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. വെറുതെയില്ല കേരളത്തെ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിളിച്ച്. ഈ പ്രസന്റ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ചത്. ആത്മഹത്യ ചെയ്യണോ എന്തെങ്കിലും ചെയ്യണോ എന്നൊന്നും എനിക്ക് ചെയ്യുമെന്ന് ഉറപ്പിച്ചതാണ്. പിന്നെ മക്കൾ ഓർത്തപ്പം ചെയ്തു. SI സസ്പെൻഡ് ചെയ്യുന്നറിഞ്ഞ് എല്ലാം സന്തോഷത്ര ആയിട്ടില്ല. ഇനി ബാക്കി 2 പേരുണ്ട്, അവരെയും കൂടെ സസ്പെൻഡ് ചെയ്യണം. പിന്നെ ഈ ഓമന ഡാനിയലിൻ്റെ പേരിൽ അടുത്ത ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ കേസ് നൽകിയ ഓമനയും കുടുംബവും ഒന്ന് ഓർക്കുക. ഒരുപക്ഷെ മാല കിട്ടിയെന്ന് നിങ്ങൾ അറിയിച്ചില്ലായിരുന്നെങ്കിൽ ആ ബിന്ദു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇരുന്നാണ്. ആ ബിന്ദുവും കുടുംബവും ആത്മഹത്യ ചെയ്തായിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു?
ബിന്ദുവിൻ്റെ ഭർത്താവ് അഭിമുഖത്തിൽ പറയും പോലെ മനുഷ്യനായി ജനിച്ചു പോയില്ലേ, ജീവിക്കണ്ടേ? ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ ബിന്ദുവും കുടുംബവും ഇതുപോലെ നിയമപരമായി മുന്നോട്ട് പോയില്ലായിരുന്നെങ്കിൽ എത്രയോ ബിന്ദുക്കൾ ഇതുപോലെ ഉണ്ടാകുമായിരുന്നു. ബിന്ദുവും കുടുംബവും നല്ലൊരു മാതൃകയാണ് കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ നിയമ പോരാട്ടം നടത്തി. ബിന്ദുവിൻ്റെ ഭർത്താവ് ചോദിക്കുന്നത് ശരിയല്ലേ? ഒരു മനുഷ്യൻ്റെ നിറവും ജാതിയും കണ്ടപ്പോഴേ നിശ്ചയിച്ചു അവർ കള്ളിയാണെന്നുള്ളത്. എന്നാൽ എത്രയോ വലിയ കൊലപാതകം ചെയ്തവർക്ക് നല്ല ഭക്ഷണം അങ്ങോട്ട് വേണം, എന്നാ ചെയ്യേണ്ടത്, എന്നാ വേണ്ടതെന്ന് ചോദിച്ച് വാങ്ങിച്ചു കൊടുക്കുന്നു. ബിന്ദു തെറ്റ് ചെയ്തിട്ടാണേലും വേണ്ടില്ലായിരുന്നു. പ്രമാദമായ കൊലപാതക കേസുകളിൽ സ്ത്രീകൾക്ക് എന്തെല്ലാം പരിഗണനകളാണ് നൽകുന്നത്, പോലീസുകാർ എന്ത് സന്തോഷമായിട്ടാണ് അവരെക്കുറിച്ച് പറയുന്നതെന്നെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് മുൻഗണന. ഒരു തെറ്റും ചെയ്യാത്ത പകലന്ത്യോളം കഷ്ടപ്പെട്ട് നടുവൊടിച്ച് ജോലി ചെയ്ത് മക്കളെ പോറ്റാൻ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്ന ബിന്ദുവിനെയൊക്കെ കാണുമ്പോഴാണ് അവർക്ക് മോഷണക്കാരിയായിട്ടും ലോകത്തില്ലാത്ത പാതകം ചെയ്ത ഒരു സ്ത്രീയായിട്ട് തോന്നുന്നു. ബിന്ദുവിനെ പോലെ വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ടാവും. അവർക്കൊന്നും ഇതുപോലെ ഇനിയും വരാതിരിക്കാൻ ബിന്ദുവും കുടുംബവും നടത്തുന്ന പോരാട്ടം ഗംഭീരമായി തന്നെ തുടരട്ടെ. ശിക്ഷ ലഭിക്കേണ്ടവർക്ക് തക്കതായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ. ബിന്ദുവിന് നേരിട്ട ഈ അനുഭവമൊക്കെ ഇപ്പം മറ്റൊരു സംസ്ഥാനത്തായിരുന്നെങ്കിൽ ഇവിടെ എന്തെല്ലാം പുകലായിരുന്നേന്. ബിന്ദുവിൻ്റെ ഈ വാർത്ത പുറംലോകത്തെത്തിച്ച എല്ലാ മുഖ്യധാര മാധ്യമങ്ങൾക്കും സാമൂഹ്യ മാധ്യമങ്ങൾക്കും ബിഗ് സല്യൂട്ട്. ഇത്രയും പ്രതിഷേധങ്ങൾ അരങ്ങേറിയിട്ടും ഇത്രയും വിവാദങ്ങളായിട്ടും ബിന്ദുവിൻ്റെ കേസിലെ ആ SIയുടെയോ അത്രേ പോലീസുകാരുടെയോ ഒരു ഫോട്ടോ പോലും ഒരു സമൂഹ മാധ്യമത്തിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ ക്രിമിനൽസുകളെ സംരക്ഷിക്കുന്നത്? അതേസമയം ബിന്ദുവിൻ്റെ കുടുംബാംഗങ്ങളുടെയൊക്കെ എല്ലാ ഫോട്ടോസും വീഡിയോസും എല്ലാം വന്നു കഴിഞ്ഞു. അതിൽ നിന്നല്ലേ തെളിവല്ലേ കുറ്റാരോപിതരായവർ വലിയ തെറ്റുകാർ തന്നെയാണെന്ന്. പോലീസ് സ്റ്റേഷനിൽ ബിന്ദുവിന് ലഭിക്കാത്ത സംരക്ഷണം ഇതിനാണ് ക്രിമിനൽസുകളായ ബിന്ദുവിനെ മാനസിക ശാരീരികമായി ഉപദ്രവിച്ച ആ പോലീസുകാർക്ക് നൽകുന്ന. ബിന്ദുവിൻ്റെ ഈ നിയമ പോരാട്ടത്തിലൂടെ ആധുനിക നവോത്ഥാന നായിക എന്ന് വിശേഷിപ്പിക്കും. ചരിത്രത്താളുകളിൽ ഒരു ബിന്ദുവായി നിലകൊള്ളട്ടെ ബിന്ദുവിൻ്റെ ഈ നീതിക്കായുള്ള പോരാട്ടം.